ഇത് ഞാൻ ഇവിടെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർക്കും അറിയുണ്ടാവും. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഡേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചാനലിൻ്റെ 18 ഐഫോൺ ഒരിക്കലും കുറ്റം പറയില്ലല്ലോ. 18 ഇതാ വരാപ്പോയ 18 ഫെബ്രുവരി 2 മണി 12 ഇത് ആ ദിവസത്തെ എൻ്റെ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് വെച്ച് തരാം. മനസ്സിലായി? ഞാൻ തന്നെ എടുത്ത് വെച്ച് തരാം. ഇനിയിപ്പോൾ അത് ഇതാന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ 18 ഫെബ്രുവരിൻ്റെ ലൈവ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് തരാം. ഇവിടെ മനസ്സിലായോ? വേണ്ട, ഓക്കെ. ഇതൊക്കെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂലെന്നും എന്നോട് നിങ്ങൾക്ക് ഉള്ളത് എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം. മനസ്സിലായോ? എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ബ്രോ 12 വർഷമായിട്ടുള്ള സുഹൃത്ത് തന്നെ ചതിച്ചതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് കാണും നിങ്ങൾ എന്നെ എങ്ങനെയെന്ന് എന്നെ കാണാനും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കാനും എനിക്കറിയാം. മനസ്സിലായോ? വെയിറ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സംഭവങ്ങൾ ഇതാ ഈ പറഞ്ഞ ഇതിൽ നിന്ന് എൻ്റെ മാസം ഞാൻ ലൈവ് 5-6 മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 5-6 മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ഈ ലൈവ് ചെയ്യുന്ന പൈസ പോകുന്നത് എൻ്റെ അക്കൗണ്ടിലേക്കല്ല. മനസ്സിലാവും? ഈ ലൈവ് ചെയ്യുന്ന പൈസ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. 4-5 മാസം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അവിടുന്ന് ഇതാക്കിയത്. മനസ്സിലാവും? ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എമൗണ്ട് ഇതൊരു മാസം ഒരു എമൗണ്ട് വരും. മനസ്സിലാവും? ആ ടൈം എനിക്ക് വാച്ചിങ് ഉള്ളതുകൊണ്ട് ഒരു എമൗണ്ട് വരും. ഈ എമൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാവും? ഈ എമൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പം പ്രൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. വേറെ ഞാൻ ഒരു ഇത് വേണമെങ്കിൽ കേൾപ്പിക്കാം. അല്ല, അത് അവരും കൂടി വരട്ടെ. വെയിറ്റ് തൊപ്പി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവരവരെ ആ ലൈവ് ഞാൻ വെക്കണോ, ആ ലൈവ് ഞാൻ എടുത്ത് വെക്കണമെങ്കിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. തൊപ്പി തന്നെ പറയുന്നുണ്ട് പ്രൊമോഷൻ പൈസ. തൊപ്പി എന്നോട് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് തെളിവൊന്നുമില്ല കേട്ടോ. തൊപ്പി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. തൊപ്പി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പ്രൊമോഷൻ പൈസ അടക്കം ഫസ്റ്റത്തെ എന്തോ ഒരു മാസമോ 2 മാസമോ എന്തോ നമ്മൾ പ്രൊമോഷൻ പൈസ നമുക്ക് കിട്ടിയിരുന്നു. പിന്നെയുള്ള പ്രൊമോഷൻസിൻ്റെ അടക്കം ഈ പറഞ്ഞ പോലെ MRC എന്ന് പറഞ്ഞ ഇതിലേക്കാണ് വരേണ്ടത്. MRC എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് വരണം. MRC എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അക്കൗണ്ട്, അവനുണ്ടാക്കിയ അവൻ്റെ അക്കൗണ്ട്. മനസ്സിലായി? അതിൽ നിന്ന് നമുക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണം വന്നപ്പോഴോ അല്ലെങ്കിൽ മമ്മുവിൻ്റെ വീട് പൊട്ടി പഞ്ചായത്ത് മാറ്റി കൊടുത്തപ്പോൾ പോലും ആ പൈസ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഗേൾ ഫ്രണ്ട് മേക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പറയൂല. അതൊക്കെ നിങ്ങൾ റാംബോൻ്റെ അടുത്തോ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തോ നിങ്ങൾ പോയി ചോദിച്ചോ. മനസ്സിലായോ? അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമില്ല ഗൈസ്. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമില്ല. എൻ്റെ അങ്ങനത്തെ അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിടാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. മനസ്സിലായോ? ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഓൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനോ ഇതാക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാമെന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളവിടെ അനുഭവിച്ചതെന്താ, നമുക്ക് കിട്ടിയതെന്താ, നമ്മളെ ഈ പറഞ്ഞ പോലെ ലൈവിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയ ഇവർക്കെല്ലാം റവന്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവർക്കെല്ലാം റവന്യൂ ഉണ്ടെന്ന് തൊപ്പി പറയുന്നുണ്ട്. അതും നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്ത് വെക്കാം. ആ ലൈവ് ആ ലൈവ് വെക്കാം. മനസ്സിലായോ? ഞാൻ ആ ലൈവ് എടുത്ത് ഇവിടെ വെക്കാം. അപ്പം അവൻ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഷമീറിനൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് ചാനലുണ്ട്, ഷമീറൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഷമീർ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ 5-6 മണിക്കൂർ ലൈവ് ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷെ അതിൽ നിന്നൊരു 5 രൂപ പോലും ഷമീറിന് കിട്ടിയിട്ടില്ല. മനസ്സിലാവും? അതിൽ നിന്നൊരു 5 രൂപ പോലും ഷമീറിനോ മമ്മു ലൈവ് ചെയ്തപ്പോഴോ കിട്ടിയിട്ടില്ല. ഇന്നേ വരെ കിട്ടിയിട്ടില്ല. മനസ്സിലാവും? അത് മനസ്സിലാവും. കേട്ടിട്ടുണ്ട്. അതാ പറഞ്ഞത്. പ്രൂഫ് എവിടെ? കാണിക്കാം ബ്രദർ, കാണിക്കാം. വെയിറ്റ് ആക്ക്. അഖിൽ എവിടെ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അവിടെ 2 എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഡാനി, ഒന്ന് അഖിൽ. മനസ്സിലായി? ഇവർക്ക് സാലറി അവൻ കൊടുക്കുമായിരുന്നു. ഇവർക്ക് അവൻ ഫസ്റ്റ് പറഞ്ഞ സാലറി എത്ര അറിയാം?
8,000 രൂപയോ അങ്ങനെ എന്താണ് ഈ പറഞ്ഞ മാസം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഉറുപ്പ്യ ഉണ്ടാക്കുന്ന BMW ഉള്ള തൊപ്പി കൊടുത്തുകൊണ്ടിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10,000 രൂപ 9,000 രൂപ എന്തോ. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ഇത് പറ്റൂല, നമ്മൾ പോവാം ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് ചെയ്തു ശമ്പളം കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം അവന് ആവശ്യമായിക്കൊണ്ട് GPay പ്രൂഫ് ഞാൻ കാണിക്കാം ബ്രദർ, ഞാൻ എല്ലാം കാണിക്കാം, വെയിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. എന്നിട്ട് അവർക്ക് മാസം എത്ര 25 അങ്ങനെ എന്തോ അവർ പറഞ്ഞു, 35 എന്തോ പറഞ്ഞ് 25 എന്തോ ഇതിലവർ ബാർഗെയിൻ ചെയ്തെന്തോ എത്തി. അച്ചാൻ്റെ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അധികം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അവർ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അതിനുള്ള മറുപടികളും കൊണ്ടായിരിക്കും ഇവർ വരിക. അപ്പോൾ ഇവരത് പറയട്ടെ, ഇവരത് പറഞ്ഞതിന് ശേഷം ഞാനത് പറയുന്നതല്ല അതിൻ്റെ ന്യായം, അതല്ല അതിൻ്റെ ന്യായം, അതാണ് അതിൻ്റെ ന്യായം. അപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യം തന്നെ ഞാൻ ഒരു 10-15% കൂടുതൽ ഞാൻ വിട്ടു പറയൂല. നാളെ റാംബോ ഒരു ലൈവ് വരട്ടെ, അല്ലെങ്കിൽ തൊപ്പി ഒരു ലൈവ് വരട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. ഐ ഹാവ് പ്രൂഫ് ബ്രദർ, ഐ ഹാവ് പ്രൂഫ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്, അതുകൊണ്ടാണ്, മനസ്സിലായോ? സോ ഈ പറഞ്ഞ പോലെ എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കിയിട്ട് മറന്നു വന്ന് എന്താ ഞാൻ പറഞ്ഞു വന്നത്. അഖിലിനും ഡാനിയും ഇവർക്ക് സാലറി ഉണ്ടായിരുന്നു. ഇവരുടെ സാലറി ഉണ്ടായ സമയത്ത് തന്നെ ഈ പറഞ്ഞ ഞാൻ മമ്മു, ജാസി, അസ്പാക്ക്, ആദിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാ ഈ പറഞ്ഞ അഖിലും ഡാനിയെന്നും പറഞ്ഞ 2 എഡിറ്റേഴ്സ്. ഇവർ ഈ പറഞ്ഞ 25,000 രൂപ വരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഇവരിപ്പോൾ ചെയ്യുന്ന ജോലി എന്താ അറിയോ? അഖിൽ ചെയ്യുന്ന ജോലി എന്താ അറിയോ നിങ്ങൾക്ക്? അഖിൽ ചെയ്യുന്ന ജോലി വെൽഡിങ്ങിൻ്റെ ജോലിക്കാണ് അഖിലിപ്പോൾ പോകുന്നത്. ഓനൊരു ഒന്നാം തരം എഡിറ്ററാണ്. ഓൻ നമുക്ക് വേണ്ടി നമ്മളെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഓന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഓൻ നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് ഓൻ ഈ പറഞ്ഞ 25,000 രൂപ തൊപ്പി ഓനോട് ചോദിച്ച ലാസ്റ്റ് ചോദിച്ച ചോദ്യമുണ്ട്, നീ ഇതുവരെ ചെയ്തതൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെ നിന്നതൊക്കെ ഞാൻ മറക്കാം, പക്ഷേ ഇനി ഇങ്ങനൊരു തെറ്റ് നിൻ്റെ അടുത്തുനിന്ന് വരൂല എന്ന് ഞാൻ ഇതാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അഖിൽ പറഞ്ഞ കാര്യമുണ്ട്. അഖിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അഖിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കസിനല്ലേ, ഏത് കസിൻ ബ്രദർ, ഏത് കസിൻ, ഏത് കുടുംബത്തിലെ കസിൻ? അവൻ പറഞ്ഞല്ലേ നിങ്ങളോട്, അത് നിങ്ങൾ വിശ്വസിച്ചല്ലേ? അതിലും വന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കോ? ഇവിടെ ഇപ്പം ഇതൊന്നും അറിയാതെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, മനസ്സിലായി? ഇവർക്ക് ഒരാളെ ഫീലിങ്സോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയോ ഇവർക്കില്ല. അതുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒറ്റ വാക്കിൽ അത് തീർന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത് തീർന്നു. ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുടന്തൻ ന്യായോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മൈൻഡിനെ ഇവർക്ക് തൃപ്തിപ്പെടുത്താം. കാരണം ഇവർക്ക് ഓൾറെഡി ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലല്ലോ. അതുകൊണ്ട് ഇവർ അങ്ങനെ പറയുന്നതാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് അതിൽ കുഴപ്പമില്ല. അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞു. കോൾ അഖിൽ, ഞാൻ അഖിലിനെ കോൾ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഖിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അഖിൽ തൊപ്പിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തൊപ്പി, നീ ചെയ്തത് പക്കാ തെണ്ടിത്തരമാണ്, നീ അവരോട് കാണിച്ചത് പക്കാ തെണ്ടിത്തരമാണ്. അത് ഓരോ ദിവസവും കണ്ടുകൊണ്ട് നിൽക്കുന്ന എനിക്ക് അതിൽ വിഷമമുണ്ട്. അതുകൊണ്ട് നിൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് അഖിൽ ഇറങ്ങിയത്. അഖിലിനെ ഞാൻ ഫോൺ കോൾ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. മനസ്സിലായോ? ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. തെളിവ് കൊണ്ട്. അഖിലേ, എവിടെയാടാ? ഞാൻ ലൈവാണേ. കേക്കാം. നീ ലൈവ് ആണെന്നുണ്ടോ? ഓക്കെ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ഫസ്റ്റ് അവിടെ എത്രയായിരുന്നു സാലറി? നീ നിന്റെ ഒരു ഇതൊന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാവോ? മാനേജർ എന്ന് പറഞ്ഞാൽ തൊപ്പിയല്ലേ? അല്ല, റാംബോ അല്ലേ? സോറി. അറിയാലോ.
ഉം. പിന്നെ ആ സമയത്ത് അവിടെ വർക്ക് ഇല്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് 8 കൊണ്ടുവന്നു. ഉം. ആ അത് കഴിഞ്ഞ് പിന്നത്തെ മാസം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സാലറി പറയണ ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. ഉം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ലൈക്ക് അപ്പൊ ആ മാസത്തെ എനിക്ക് അന്ന് എനിക്ക് 12. ഉം. പിന്നെ ഞാനിങ്ങനെ പോരുവാന്ന് പറഞ്ഞു. ലൈക്ക് നീയും ഡാനിയും കൂടി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇതാക്കി. അപ്പൊക്ക് ഡാനിയും വന്നല്ലോ. അതൊക്കെ ലൈവിലുണ്ട് ഗൈസ്. ഞാൻ ഇറങ്ങിയപ്പോഴല്ലേ ഡാനി വന്നേ. നീ ഇറങ്ങി. ഓക്കെ ഓക്കെ. ആ നീ ഇറങ്ങിയതിന് ശേഷമാണ് ഡാനി വരുന്നത് അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ബ്രേക്ക് എടുക്കുക പറ്റുന്നില്ല. ലൈക്ക് ആ സമയത്ത് പ്രഷറും ഉണ്ടായി, വീട്ടിലും സീനാണ് അറിയാലോ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ വിളിച്ചു, നിനക്ക് എത്ര ആളാ ചോദിച്ചു. ഞാൻ പറഞ്ഞു 25 വേണം. അപ്പൊ എനിക്ക് 22.500 വെച്ച് തന്നു. ആ ലൈക്ക് അതിന്റെ അകത്ത് ഇപ്പൊ 22. ഞാൻ നേരത്തെ ജോലി എടുത്ത് എനിക്ക് 22 ഉണ്ടായിരുന്നു. ജയിക്കണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോ അത് കഴിഞ്ഞ് എന്താ പറയാ 22 അങ്ങനെ 3 മാസം നിന്നു. പിന്നെ ആരും ഇല്ലാണ്ട് ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. അവിടെ ഞാൻ പോകുന്നു. ഞാൻ ഇപ്പൊ ഇവിടെ നല്ല സൂപ്പറായിട്ട് പണിക്കൊക്കെ പോയി ഇങ്ങനെ. അതാടാ സമാധാനം. അതിൽ സമാധാനം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ നൈസായിട്ട് വെൽഡിങ് പണിക്കൊക്കെ പോയി. അല്ല, ഈ പറഞ്ഞ സംഭവം തൊപ്പി നമ്മളെ കുറിച്ച് നിന്നോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിന്നോട് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നീ നമ്മുടെ കൂടെ നിൽക്കുന്നോ അല്ലെങ്കിൽ ഓൻ്റെ അങ്ങനെ എന്തോ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് അതൊന്ന് പറയാമോ? ഞാൻ മറന്നുപോയി. അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ എന്തായിരുന്നു നമുക്കുണ്ടായ ഇത്? നീ നമ്മുടെ കൂടെ ഉണ്ടായ ഒരാളല്ലേ, അപ്പൊ നിനക്കറിയാലോ എന്തായിരുന്നു നമുക്ക് ഇതായ കാര്യങ്ങൾ. നീ ഒന്ന് പറ. അതിപ്പം എനിക്കുണ്ടായതന്നെ മനസ്സിലായില്ലേ. എനിക്കുണ്ടായത് 8 രൂപ. അല്ല നമുക്ക് അതും ഇല്ല, പൈസന്റെ അല്ല ഞാൻ പറയുന്നത്, അതല്ലാതെ ബാക്കി കാര്യങ്ങൾ പറ. ഐ തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാലറി ഉണ്ട്, നിങ്ങളെല്ലാരും സെറ്റ് ആണ്, ലൈക്ക് എല്ലാരും ലൈഫിൽ അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാണ് കയറിയത്. ലൈക്ക് എനിക്ക് തൊപ്പിയുടെ ഒന്നും വിരോധം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചത് മോശമുണ്ട്, തെറ്റുണ്ട്. എല്ലാരും ക്ലാമ്പര ഭാഗത്തോട്ടുണ്ട്, എല്ലാവരുടെ ഭാഗത്തോട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മള് ചെയ്ത തെറ്റെന്താന്ന് പറയാമോ? നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലേ ഞാൻ പറഞ്ഞേ. മേ ബി ട്രസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്ത്. അതിനകത്തിപ്പോ പിന്നെ നിങ്ങളോട് ലൈക്ക് പേയ്മെന്റ് ഇല്ലാണ്ട് നിങ്ങൾ നിൽക്കുന്ന എനിക്ക് 8 ഉണ്ടായിട്ടും എനിക്ക് പറ്റുന്നില്ല. 25 എനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങളല്ലാതെ ഫാമിലിയുടെ ആവശ്യം അവർ നിറവേറ്റുന്നുണ്ട്. ലൈക്ക് ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം അല്ലത്. അത് ചെയ്തു വരുന്നില്ല. അത് കണ്ടപ്പോ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, പേഴ്സണലി എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരും പറഞ്ഞു. ക്ഷമയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, പൈസ ഇല്ലാണ്ട് ഞാൻ നിൽക്കുന്നത്. ലൈക്ക് ഒരു തവണ അല്ല നീ ചോദിച്ചത്, നീ ഒരു 100 തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ ഇതൊന്ന് നീ പറയാമോ? ശരിയാവുമായിരിക്കും, തരും, രക്ഷപ്പെടും, ശരിയാവും, കിട്ടും. ആ വിശ്വാസത്തില് ഞാൻ പോയി ചോദിച്ചതാണ് അവനോട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പോയി ചോദിച്ചത്. നീ ഉണ്ടോ ആ ദിവസം? നീ ഉണ്ടോ? ഞാൻ ലൈവ് കഴിഞ്ഞ് രാത്രി അവന്റെ ഡോറിൽ പോയി മുട്ടുമ്പോ നീ ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞോ? എന്താ ഞാൻ മറന്നുപോയി അത്. അന്ന് രാത്രി തന്നെയാണല്ലേ ഞാൻ പോകുന്നത്. അന്ന് രാത്രി തന്നെ ഞാൻ പോകുന്നത്. അതെ 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 അതെ. അവനോട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്ററിന്റെ മാരേജ് ആണ്. നീ അതെ ഞാൻ വിചാരിച്ചത് അഖിലെ എന്നാ ശരിയടാ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൻ എനിക്ക് ഇപ്പോൾ പൈസ തരുന്നില്ലെങ്കിലും ഇപ്പോൾ ഓൻ എനിക്ക് പൈസ തരുന്നില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കാം, ഓന് പല ആൾക്കാർക്കും പല എന്താ മറ്റേ താത്തകൾക്കെല്ലാം ഒരു ഫോൺ മേടിച്ചു കൊടുത്തില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാം. ഗൈസ് അതൊക്കെ കണ്ടന്റാണ്. ഓനൊരാൾക്ക് ഒരു 50 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറൻ്റെ മുമ്പിലല്ലാതെ ഓനൊരാൾക്ക് 100 രൂപ കൊടുക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടില്ല. വെയ്യോര കച്ചവടക്കാരുണ്ടല്ലോ, വെയ്യോര കച്ചവടക്കാരെടുത്തു നിന്ന് മറ്റേ ഇതുണ്ടല്ലോ പേരക്ക, ഓന് പേരക്ക കൂടുതൽ ഇഷ്ടമാണ്. പേരക്ക ഓന് കിലോ 80 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപ കൊടുത്തിട്ട് ഓനത് വാങ്ങും. മനസ്സിലായോ?
നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ച് ഒരു 2 കടിയോ 3 കടിയോ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൻ റാംബോനെയോ മുനുവിനെയോ ഇവരാണ് ഓൻ്റെ ഫിനാൻഷ്യലോ ഈ പറഞ്ഞ പോലെ പൈസൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ. ഓൻ അവരെ തെറി വിളിക്കും. മനസ്സിലായോ? നമ്മൾ 2 കടി കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഇതാക്കിയതിന് ഓന് തെറി വിളിക്കും. നമ്മളല്ല കേട്ടോ വിളിക്കുക, നമ്മളല്ല വിളിക്കുക, റാംബോനെയോ തൊപ്പീനെയോ നമ്മളെ മുമ്പിൽ വെച്ച് തെറി വിളിക്കും. എന്ത് ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് പൈസ ചിലവാക്കാൻ അറിയണോടാ, അല്ലാണ്ട് കണ്ട ഇവന്മാർ വാങ്ങി തിന്നതിനെല്ലാം പൈസ കൊടുത്തിട്ട് വരാനല്ല നിന്നെല്ലാം ആക്കിയതെന്ന് പറയും. മനസ്സിലാവും? അതൊക്കെ ഓക്കെ, അതൊക്കെ ഓൻ്റെ എന്താ പറയുക ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പറഞ്ഞ പോലെ ഓന് നമ്മളെല്ലാവരെയും പോറ്റുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കിടക്കാനൊരു സ്ഥലവും തരുന്നുണ്ട്, നമുക്ക് കഴിക്കാൻ 3 നേരം ഫുഡും തരുന്നുണ്ട്. ഫുഡ് 2 രീതിയിലാണെങ്കിൽ പോലും ഓൻ തരുന്നുണ്ട്. മനസ്സിലാവും? അത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇതിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പല ആൾക്കാരോടും പലതും ചെയ്തിട്ടുണ്ട്. ഈവൻ അച്ചായനോട് പോലും, അച്ചായൻ്റെ ഇതായപ്പോൾ പോലും ഓൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലും ഞാൻ ഞാൻ വിചാരിച്ചു എന്നോടല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളോടല്ലല്ലോ, നമ്മളൊരു ഫാമിലി അല്ലേ, നമ്മൾ ഓൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഓൻ്റെ കൂടെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളോട് അങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. ഒന്നാമത് എന്നോട് അങ്ങനെ ഒരിക്കലും ഓൻ ചെയ്യൂലല്ലോ, എന്നോട് അത്രയും ബോണ്ടുള്ളതല്ലേ, എന്നോട് അങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. അങ്ങനെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറില്ല ഗൈസ്. ഞാൻ ആടെ സ്റ്റക്കാ. മനസ്സിലാ? അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറില്ല. കോൾ മോനും അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ വിചാരിക്കും ഈ പറഞ്ഞ പോലെ ഓന് എന്തായാലും എനിക്കൊരു ആവശ്യം വരുമ്പം ഓൻ്റെ കൂടെ ഉണ്ടാവും. ഓൻ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ പൈസ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. മനസ്സിലാവും? ഓന് വീട്ടിൻ്റെ ചിലവ് ചുരുക്കേണ്ട ഭാഗമായിട്ടും നമ്മൾ അധികമായിട്ട് ചിലവാക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ആൾക്കാരാണെങ്കിലും 5 ഉറുപ്പ്യ ലാഭിക്കാൻ പറ്റുന്നിടത്ത് ലാഭിക്കാൻ നോക്കും. നമ്മൾ മലയാളികളാണ്. മനസ്സിലാവും? അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അൺടിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ പെങ്ങളുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ശരിക്കുള്ള ഇത് ഇവൻ നമ്മളോട് മാത്രം ഇതുള്ളതല്ല, എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. 54,000 ഫൈൻ. ആ ഫൈൻ അടച്ച പൈസ ഇവിടെ ഒരാളുണ്ട്, ആ വണ്ടീൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. മനസ്സിലാവും? തൻസി എന്ന് പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തൻസി എന്ന് പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അവനെ അറിയാമെന്നറിയില്ല. പണ്ടത്തെ ക്യാമറമാനാണ് അവന്. ഓൻ്റെ പേരിലാണ്. നിങ്ങൾക്ക് ആ വണ്ടീൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ നമ്പർ, ആ ലൈവ് എടുത്ത് നോക്കിയാൽ ആ വണ്ടീൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാം. ആ വണ്ടീൻ്റെ നമ്പർ നിങ്ങളതിൽ മറ്റേ ആപ്പ് ഉണ്ടാവുമല്ലോ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ കയറി അടിക്കുക. ആ വണ്ടീൻ്റെ ഓണർ ആരാന്ന് നിങ്ങൾ നോക്കുക. ആ വണ്ടീൻ്റെ ഓണർ ഈ പറഞ്ഞ തൻസി എന്ന് പറഞ്ഞ ആളാണ്. മനസ്സിലാവും? തൻസി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വണ്ടീൻ്റെ ഓണർ. ഓനിവിടെ ഉണ്ട്. മനസ്സിലാവും? ഓനൊരു 4-5 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഓനിപ്പോൾ ഊബർ ഓടിച്ചുകൊണ്ട് നിൽക്കാം. ഇവിടെ കൊച്ചിയിൽ, ബാംഗ്ലൂരായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഓൻ അവിടെ നിന്ന് ഇറങ്ങിയതിനുള്ള റീസൺസ് വേറെ ഉണ്ട്, അത് വേറെ കാര്യം. അതൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ഇതല്ല. പക്ഷേ എനിക്ക് എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് അവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ കുര്യാക്കോസിന് PS5 കയ്യിലുള്ള ഒരാളാണോ ചായ കുടിക്കാൻ 50 രൂപ എന്നോട് ചോദിക്കുന്നത്? അല്ലെ PS5 PS5 എന്ന് പറഞ്ഞൊരു സാധനം അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്ളോഗോ അതൊരു ലൈവോ ആക്കി ഇടാതെ ഒരാൾക്കും ഒരു സാധനവും അവൻ കൊടുക്കാൻ പോകുന്നില്ല. ഓൻ കൊടുക്കൂല. മനസ്സിലാവും? ഓൻ അങ്ങനെ കൊടുക്കൂല. ഓനത് കൊടുക്കണമെങ്കിൽ ജാസി TV ഇഷ്യൂ. ഗൈസ്, ഞാൻ അധികം ഒന്നും നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെ ഇത് പറയാൻ വേണ്ടിയിട്ടോ ഓനെ താത്തി ഇതാക്കാനോ ഞാൻ പറയില്ല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉള്ളിൽ അത്രയും വിഷമമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും എനിക്ക് അത്രയും ഉള്ളിൽ വിഷമമുണ്ട്. കാരണം ഞാനും ഓനെ അങ്ങനെ കണ്ടതാടാ. മനസ്സിലായോ? ഞാനും ഓനെ അങ്ങനെ കണ്ടതാ. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാനും ഓനെ അങ്ങനെയായിരുന്നു കണ്ടത്. ഓൻ എന്നെ അങ്ങനെയല്ല കണ്ടത്. എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ എനിക്കൊരാവശ്യം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഓൻ എന്നോട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് എനിക്കൊരാവശ്യം വന്നപ്പോൾ. മനസ്സിലാവും? ഓൻ്റെ ഫസ്റ്റ് തൊട്ട് ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇല്ലാന്നേ ഉള്ളൂ. പണ്ട് തൊട്ട് അറിയുന്നവർക്കറിയാം. ക്യാമറയുടെ മുമ്പിൽ ഞാൻ വരാറില്ലെങ്കിലും പണ്ട് തൊട്ട് ഞാൻ ഓൻ്റെ കൂടെ ഉള്ളതാണ്. മനസ്സിലാവും?
അപ്പം ഞാനൊരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു കാര്യം വരുമ്പം ഒരിക്കലും ഓനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനും ഓനെ കാണുന്ന ഒരു രീതിയുണ്ട്. ഞാൻ വിചാരിച്ചു ഓനെ എന്നെ കാണുന്ന ആ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായോ? ഓൻ എന്നെ കാണുന്ന രീതിയിലായിരിക്കും ഓൻ എന്നെ തിരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. മനസ്സിലായോ? അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എൻ്റെ എല്ലാ പറപ്പുകേടിനും ഓൻ്റെ പറപ്പുകേടിനും എൻ്റെ പറപ്പുകേടിനും ഓനും എല്ലാം കൂടിക്കൊണ്ട് അത്രയും ബോണ്ടായിരുന്നു കഴിച്ചു. മനസ്സിലായോ? അത്രയും ബോണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ലൈവിലൊക്കെ അത് നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ബോണ്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത് റിയലാ, അത് ഫേക്കല്ല. നമ്മൾ തമ്മിലുള്ള ബോണ്ട് റിയലാ. മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ബോണ്ട് എനിക്ക് റിയലായിരുന്നു. ഓൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് റിയലായിരുന്നു. എനിക്ക് റിയലല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല. മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷമീർ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, പഴയ പോലെ വാ ഷമീറെ, പഴയ പോലെ വാ, പഴയ പോലെ ഹാപ്പി ആയിട്ട് വാ, ഇപ്പം ഇത് മൊത്തം സാഡാ, പഴയ പോലെ വാ, പഴയ ഷമീറായിട്ട് വാന്ന് നിങ്ങൾ പഴയ ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പഴയ ഷമീറായിട്ട് വരാൻ പറ്റൂല ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പഴയ ഷമീറായിട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ ഇത് ഉണ്ടായിരുന്നു. മനസ്സിലായോ? പഴയ ഒരു ബോണ്ട് ഞാനും അവനും ഉണ്ടായിരുന്നു. ആ ബോണ്ട് പോയി. ഇത്രയും കാലം കൂടെ നടന്നവൻ ഈ പറഞ്ഞ പോലെ കൂടെ കൊണ്ട് നടന്നതും നമ്മളെ ഉപയോഗിക്കാനായിരുന്നു, നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കാനായിരുന്നു എന്നും അറിഞ്ഞപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ ബോണ്ട് പോയി. മനസ്സിലായോ? ബോണ്ട് പോയി എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ ഇതും പോയി. പിന്നെ എങ്ങനെ ഞാൻ ആ പഴയ ഷമീറായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും? എങ്ങനെ ഞാൻ വരും? മനസ്സിലായോ? എങ്ങനെ ഞാൻ അതിൽ വരും? അതുകൊണ്ടാണ് എനിക്ക് പഴയ ഷമീറായിട്ട് വരാൻ പറ്റാത്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ബ്രദർ, ഇതൊന്നും ഞാൻ എൻ്റെ ഇതാക്കാനുള്ള കുറച്ച് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയും. ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. അതിൽ നിങ്ങൾക്ക് തെറ്റില്ല ഗൈസ്. ഇത് കാണുന്നത് നിങ്ങൾക്ക് തെറ്റില്ല. കാരണം എന്താ അറിയോ? ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്നും അഭിനയം എന്ന് പറയുന്ന ആൾക്കാർക്ക് പൈസൻ്റെ വില എന്താണെന്നോ, ഈ പറഞ്ഞ പോലെ സുഹൃത്തിൻ്റെ വില എന്താണെന്നോ, ഈ സുഹൃത്ത് ചതിക്കുന്ന വില എന്താണെന്നോ, ഈ പറഞ്ഞ പോലെ നമ്മളെ മെൻ്റലി അബ്യൂസ് ചെയ്യുന്നതിൻ്റെ ഇതെന്താണെന്നോ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത പ്രായമായിരിക്കാം. ഒന്നിക്കൽ നിങ്ങളുടെ പ്രായം അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ പ്രായം അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഇതെല്ലാം അങ്ങനെ തോന്നാനുള്ള കാരണം. നിങ്ങളുടെ പ്രായം അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടോ? എനിക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല.